ബ്രഹ്മചാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിന്നലെ കാണുകയുണ്ടായി, നമ്മുടെ സമ്പത്ത് കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടുമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം തന്ന ദാനത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിൻ്റെ ഈ ഉടമസ്ഥാവകാശത്തെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഉടമസ്ഥാവകാശത്തെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കത്തിച്ചു കളഞ്ഞ് എല്ലാ മഹത്വവും സ്തുതിയും ദൈവത്തിന് കൊടുത്ത്, അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മളിതുപോലെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. നമുക്കിന്ന് പ്രഭാതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ, ആ ബന്ധം കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടി നമുക്ക് ധ്യാനിക്കാം. ഹല്ലേലൂയ. ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴാണ് നമുക്ക് ശരീരം കിട്ടിയത്. അപ്പോൾ ശരീരം കിട്ടുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അറിഞ്ഞു, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ശരീരം കിട്ടുന്നതിന് മുമ്പ് നമ്മളുണ്ട്. നമ്മൾ ആത്മാവാണ്. അപ്പം ദൈവം ആദ്യം സൃഷ്ടിച്ചത് നീ എന്ന് പറഞ്ഞ ആത്മാവിനെയാണ്. ഈ ആത്മാവിന് ഒരു ഉത്തരവാദിത്വം, ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. ആ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ ശരീരം വേണം. ശരീരം നൽകാനായിട്ടാണ് ദൈവം മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. മാതൃത്വം, പിതൃത്വം എന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ വിളിയാണ്. ഒരു ദൈവ ശുശ്രൂഷയാണ്. ദൈവ ശുശ്രൂഷ നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവകൃപ വേണം. ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. എങ്ങനെയാണ് നമുക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുക? ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കി ആ വിളിയോട് നമ്മൾ യെസ് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത്. മംഗളവാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ തന്നെ സമർപ്പിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവളിലേക്ക് വന്നു. ഇതുപോലെ ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കി അതിനോട് യെസ് പറയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതും
അതുവഴി ദൈവകൃപ ലഭിക്കുന്നതും. ഹല്ലേലൂയ. അതുകൊണ്ട് മാതൃത്വവും പിതൃത്വവും വിജയിക്കണമെങ്കിൽ നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ട്, കായിക ബലം കൊണ്ട് സാധിക്കുകയില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആ കൃപ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ വിളി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ഛർദ്ദിക്കും. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അവളുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞ് അത് മറ്റൊരു വ്യക്തിയാണ്, അത് ദൈവത്തിൻ്റെ പൈതലാണ്. അപ്പം അതുകൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ആ ഛർദ്ദിൽ നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ മാതൃത്വവും പിതൃത്വവും ദൈവ കൈകളിൽ നിന്നും സ്വീകരിച്ചു കഴിയുമ്പോൾ, അങ്ങനെ സ്വീകരിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ഛർദ്ദിലുമൊക്കെ നിൽക്കുന്നു. ഹല്ലേലൂയ. കാരണം ആ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും നന്ദി പറഞ്ഞ് ദൈവ കൈകളിൽ നിന്നും സ്വീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ദൈവ കൈകളിൽ നിന്ന് ആ കുഞ്ഞിനെ സ്വീകരിക്കുന്ന നിമിഷം തൊട്ട് ഇനി ഒരമ്മയെന്ന നിലയിലും ഒരപ്പനെന്ന നിലയിലും നീ എന്തൊക്കെ ചെയ്യുന്നുവോ അത് ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അതൊരു ദൈവ ശുശ്രൂഷയാണ്, വെറുതെ ഒരു ജോലിയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ കൂലി തരുന്നത് ദൈവമാണ്. അപ്പോൾ ഒരമ്മയെന്ന നിലയിലും ഒരപ്പനെന്ന നിലയിലും നീ എന്തൊക്കെ ചെയ്യുന്നുവോ അതിന് ദൈവത്തിൽ നിന്ന് നിനക്ക് പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്. നീ ചെയ്യുന്നത് ഒരു ദൈവ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ഈ ലോകം മാത്രമല്ല നമുക്ക് തരുന്നത്, ദൈവവും കൂടി തരുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം 100% ഉറപ്പാണ്. ഹല്ലേലൂയ. ലോകം തരുന്ന പ്രതിഫലം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയല്ല, പക്ഷെ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ഉറപ്പാണ്. അങ്ങനെ പ്രതിഫലം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് മാതൃത്വവും പിതൃത്വവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഒരമ്മയെന്ന നിലയിൽ ഒരപ്പനെന്ന നിലയിൽ നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊരു ദൈവ ശുശ്രൂഷയാണ്. അതൊരു ദൈവ ശുശ്രൂഷയായിട്ട് നീ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നു. അങ്ങനെ ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക, ബലിയായി ചെയ്യുക. നീ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. കാരണം ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ്. അങ്ങനെ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്കതെല്ലാം ഒരു ബലിയായി ചെയ്യുവാൻ കഴിയും. എങ്ങനെയാണ് ബലിയായി ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തി നന്ദിയും സ്തുതിയും പറയുക. നന്ദിയും സ്തുതിയുമാണ് ബലിപ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:30 നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. ഹല്ലേലൂയ.
ബലിയായി ചെയ്യുക. അങ്ങനെ ബലിയായി ചെയ്യുമ്പോഴാണ് അതൊരു ദൈവ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബലിയായി ചെയ്യുന്നത്. അങ്ങനെ ബലിയായി ചെയ്യുമ്പോൾ നമ്മളതിനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ബോധം പതിപ്പിക്കും, നിനക്കിതിന് ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട്. അപ്പം ലോകം നിന്നെ മാനിച്ചാലും മാനിച്ചില്ലേലും നീ ഇവിടെ ചെയ്ത കാര്യങ്ങൾക്ക് ഇവിടെ നിനക്ക് അതിൻ്റെ കൂലി കിട്ടിയാലും കിട്ടിയില്ലേലും ഇത് ദൈവം പറഞ്ഞിട്ട് ചെയ്തതായതുകൊണ്ട്, ഇതൊരു ദൈവ ശുശ്രൂഷയായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നിനക്ക് പ്രതിഫലമുണ്ട് എന്ന ബോധം ആത്മാവ് നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരമ്മയെന്ന നിലയിലും അപ്പനെന്ന നിലയിലും നമ്മളിവിടെ ചെയ്യുന്ന ഒരു കാര്യവും അതിന് നഷ്ടമായി മാറുന്നില്ല. കാരണം ദൈവത്തിന് നിന്ന് നമുക്കതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന പല ആളുകളും തങ്ങളുടെ മാതൃത്വവും പിതൃത്വവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തിൽ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം കണ്ടു എന്ന് വരികയില്ല. കുടുംബത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ബിസിനസ് നടത്തി ദേ പൊളിഞ്ഞുപോയി, നഷ്ടം മാത്രം. ഈ ലോകം നമുക്ക് ഒരു സമ്മാനവും തന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്നൊരു ബോധം ഉണ്ടാകാം. ഇനി നമ്മൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടോ അവർ നമ്മളെ മാനിക്കാതിരുന്നാലോ അതും നമ്മുടെ ഉള്ളിൽ വലിയ ഒരു ദുഃഖം ഉണ്ടാക്കാം. ഹല്ലേലൂയ. അപ്പോൾ ആ ദുഃഖമൊക്കെ നമ്മുടെ ഉള്ളിൽ പറയും, നിൻ്റെ ജീവിതം ഒരു പാഴായിപ്പോയല്ലോ, നീ ഇവിടെ എന്ത് നേടി? ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് നീ ഇവിടെ എന്ത് നേടി? അപ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷാദം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നേരെ മറിച്ച് ഇതൊരു ദൈവ ശുശ്രൂഷയാണ്, ദൈവത്തിൽ നിന്ന് എനിക്കൊരു പ്രതിഫലമുണ്ട് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാലോ അതിൻ്റെ സന്തോഷം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നിത്യമായ ഒരു സന്തോഷം ഉണ്ടാകണം. ഈ സന്തോഷം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ സന്തോഷം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ലോകം നമുക്ക് പ്രതിഫലം തന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിത്യമായ സന്തോഷം ഉണ്ടാകുകയില്ല. ഇപ്പം നമ്മളിവിടെ എന്തെങ്കിലും കാര്യം ചെയ്ത് വിജയിച്ചു എന്ന് വിചാരിച്ചോ, വിജയിച്ചപ്പോൾ ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നിക്കാണും. പക്ഷെ അല്പം കഴിയുമ്പോൾ ആ സന്തോഷം പോകും. ഈ ഭൂമിയിൽ കിട്ടുന്ന സന്തോഷമെല്ലാം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, അല്പം കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരൻ അവന് ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. 2 വർഷത്തോളം അവരിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കൂട്ടുകാരെയൊക്കെ വിളിച്ച് ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആഘോഷിച്ചു. അത് കുറച്ച് നാൾ കഴിഞ്ഞു. ഒരു ദിവസം അന്നത്തെ ആഘോഷത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്ത് രാവിലെ ഇവൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്
ഇവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഓ ഒരു മുടിഞ്ഞ ജോലി, ഇന്നും പോകണമല്ലോ ജോലിക്ക്, ഹല്ലേലൂയ ഹല്ലേലൂയ. ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ആ സന്തോഷമൊക്കെ പോയി. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്ഥലകാല പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവയാണ്. അവയിൽ നിത്യമായ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. നിത്യമായ സന്തോഷം നമുക്ക് ആവശ്യവുമാണ്. ആ നിത്യമായ സന്തോഷം കിട്ടാനുള്ള മാർഗം എന്താണ്? അത് ദൈവമഹത്വത്തിനായി ചെയ്യുക. അപ്പം നമുക്ക് നിത്യമായ സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഏത് കാര്യവും ഇവിടുത്തെ സ്ഥലകാല പരിമിതിക്കുള്ളിൽ അസ്തമിക്കുന്നു. എന്നാൽ നമ്മളത് ദൈവമഹത്വത്തെ പ്രതി ചെയ്യുമ്പോൾ അത് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് നിത്യതയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ചെയ്യണമെന്നാണ് ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇനി അത് വിജയിച്ചാൽ പോലും നമുക്ക് ആ സമയത്തേക്കാണ് ആ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അല്പം കഴിയുമ്പോൾ ആ സന്തോഷം പോകും. സന്തോഷം പോയി കഴിഞ്ഞാൽ ആ സന്തോഷം ഇരുന്ന സ്ഥലത്ത് ഒരു ശൂന്യതയുണ്ടാകും. പ്രകൃതി ഒരിക്കലും ശൂന്യതയെ അംഗീകരിക്കുന്നില്ല. എവിടെ ശൂന്യതയുണ്ടായോ അവിടെ വീണ്ടും അത് നിറയ്ക്കുവാനുള്ള ശക്തമായ പ്രേരണയുണ്ടാകും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വീണ്ടും സന്തോഷം കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോൾ അതും പോകും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും സന്തോഷം കൊണ്ടുവരും. അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു സന്തോഷം തോന്നുന്നില്ല. നമ്മൾ ഒന്നും ചെയ്യാൻ തന്നെ നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ഉള്ളിലെ ശൂന്യത വലുതാകുന്നു. യാതൊന്നുകൊണ്ടും നമുക്ക് ആ ശൂന്യതയെ നിറയ്ക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതം തന്നെ ഒരു വല്ലാത്ത വിരസതയായി അനുഭവപ്പെടുന്നു. ജീവിക്കാനേ തോന്നുന്നില്ല. ഓ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഹല്ലേലൂയ. അപ്പോൾ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒത്തിരി ആളുകളെ വിഷാദം കയറി പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വിഷാദം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അങ്ങനെ ബാധിച്ച് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ വിഷാദം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളത് എങ്ങനെയെങ്കിലും കളയാൻ ശ്രമിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തോട് തന്നെ മടുപ്പായി മാറുകയാണ്. ഞാൻ വായിച്ച ഒരു മാസികയിൽ കണ്ടു, കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് ഒരു 10% ആളുകൾ ഡിപ്രഷന് അടിമയാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വിഷാദ രോഗത്തിൻ്റെ അടിമയാകുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ കായികമായി അധ്വാനിക്കുന്ന ആളുകളെ എടുത്ത്, ആ കായികമായി അധ്വാനിക്കുന്ന ആളുകളിൽ ഒരു 60% ആളുകൾ ലഹരിയുടെ അടിമകളാണ്. ഹല്ലേലൂയ. മദ്യമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഹല്ലേലൂയ. അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ഒരു മെഡിക്കൽ കോളേജിൽ 1.5% കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന സന്തോഷം താൽക്കാലികമാണ്. ആ സന്തോഷം പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും നമ്മൾ സന്തോഷം കൊണ്ടുവരണം. അങ്ങനെ കുറേ കഴിയുമ്പോൾ യാതൊന്നിനും നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും അത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ്,
നീ ഇവിടെ ചെയ്യുന്നത് വെറും ജോലിയല്ല, നീ ചെയ്യുന്നത് ഒരു ദൈവ ശുശ്രൂഷയാണ്. മാതൃത്വവും പിതൃത്വവും ഒരു ദൈവ ശുശ്രൂഷയാണ്. അവിടെ നീ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് അത് ദൈവമഹത്വത്തെ പ്രതി ചെയ്യാൻ കഴിയും, ബലിയായി ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ബലിയായി ചെയ്യുന്നത്? നന്ദിയും സ്തുതിയും പറഞ്ഞ് നിനക്കത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാലോ നമ്മുടെ ഉള്ളിലേക്ക് നിത്യമായ സന്തോഷത്തിൻ്റെ കനലുകൾ വരും. ആ കനലിൻ്റെ പ്രകാശത്തെ മരണത്തിന് പോലും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ദൈവമാണ് നമുക്ക് ഈ ജീവൻ തന്നത്. നമ്മളാരും ചോദിച്ചിട്ട് തന്നതല്ല ഈ ജീവൻ. ഇത് ദൈവം നമുക്ക് ചോദിക്കാതെ തന്നെ നമുക്ക് തന്നതാണ് ഈ ജീവൻ. ഈ ജീവൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പം നമുക്ക് ദൈവം ജീവൻ തന്നു. ഇനി ദൈവം അത് മടക്കി ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഈ ജീവൻ. ഹല്ലേലൂയ. ദൈവം ഈ ജീവൻ നമുക്ക് തന്നതുകൊണ്ട് നമുക്കത് വല്ലയിടത്തും കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് കളയാൻ പാടില്ല. അപ്പം നമുക്കൊരു ബോധം ഉണ്ടാകണം, ഇത് ദൈവം തന്നതാണ്, ഇതെൻ്റെതല്ല. ദൈവം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. എല്ലാ മനുഷ്യൻ്റെയും മരണം, ആ മരണത്തിന് ഒരു ബോധപൂർവമായ ഒരു നിമിഷമുണ്ട്. ബോധപൂർവം സ്വന്തം ജീവനെ ദൈവ കൈകളിലേക്ക് കൊടുക്കുന്ന ഒരു നിമിഷം, അത് നമ്മുടെ മരണത്തോട് ചേർന്ന് നമ്മളിലുണ്ട്. ഹല്ലേലൂയ. അത് ഈശോ തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. ഈശോ മരിക്കുമ്പോൾ എന്താണ് ചൊല്ലിയത്? പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. ദൈവം തന്നതാണിത്, ദൈവത്തിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെങ്ങനെ അബോധാവസ്ഥയിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിമിഷമുണ്ട്, ബോധപൂർവം ഈ ജീവൻ തന്നയാളെ കാണുകയും അങ്ങനെ ജീവൻ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം, ഈ ജീവൻ എനിക്ക് ദൈവം തന്നതാണ്. ഈ ജീവൻ ദൈവം തരുമ്പോൾ ആ ജീവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയുണ്ട്, ജീവിക്കുക എന്ന കൽപ്പന. ആ കൽപ്പനയെ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധാപൂർവം കണ്ടു കഴിഞ്ഞാൽ ഈ ജീവിതത്തെ മനോഹരമാക്കുക എന്ന കൽപ്പന നമ്മൾ സ്വീകരിച്ച ഈ ജീവൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി നീ എന്തു ചെയ്താലും അത് ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്, ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഒരു ദൈവ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. കാരണം ദൈവം തന്ന ഈ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ദൈവ ശുശ്രൂഷയാണ്. ദൈവ ശുശ്രൂഷയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്? ബലിയായി ദൈവത്തിന് നൽകുന്നു. എങ്ങനെയാണ് ബലിയായി ചെയ്യുന്നത്? നന്ദിയും സ്തുതിയും പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ ഉള്ളിൽ നിത്യമായ സന്തോഷം കടന്നു വരും. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ ദൈവമായി കാണുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യാത്തതിനാൽ നിന്ദ്യമായ വികാരങ്ങൾക്കായി കൈവിടപ്പെട്ടു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ നിന്ദ്യമായ വികാരങ്ങൾ, നിരാശ, ഭയം, ആകുലത, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിംഗ് മുഴുവനും ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെയും നമ്മൾ ദൈവമഹത്വത്തിനായി ചെയ്യാതിരിക്കുമ്പോഴാണ്. ദൈവമഹത്വത്തിനായി ചെയ്തു കഴിഞ്ഞാലോ
നമ്മുടെ ഉള്ളിൽ നിത്യമായ സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ നിത്യമായ സന്തോഷം മനുഷ്യന് ആവശ്യമാണ്. നമുക്കറിയാം, മൃഗങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മൃഗങ്ങൾക്ക് അപ്പം കിട്ടുന്ന സന്തോഷം മതി. കാരണം അവയ്ക്ക് ആത്മാവില്ല. മനുഷ്യന് ആത്മാവുള്ളത് കൊണ്ട് അവന് നിത്യമായ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കിടപ്പുണ്ട്. ആ നിത്യമായ സന്തോഷത്തിന് വേണ്ടിയുള്ള അന്വേഷണവും അവൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിത്യമായ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി അത് താൽക്കാലിക സന്തോഷത്തെ എല്ലാം നമ്മൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില